ഇലക്ട്രോണിക്സ് ആണ് ഇക്കാലത്ത് ഏറ്റവും വൈദഗ്ധ്യമുള്ള മേഖല. നമ്മളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോണെങ്കിലും കാണും, അല്ലേ? ഇലക്ട്രോണിക്സിന്റെ വികസനം എത്രമാത്രം ആവശ്യമാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഭാവിയിൽ ഏതൊരു രാജ്യത്തിന്റെയും വികസനം അവർ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഏത് രാജ്യത്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരുന്ന ഒരു മേഖല ആയിട്ട് ഇലക്ട്രോണിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക്സ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും ഇലക്ട്രോണിക്സിന്റെ പുതിയ സിസ്റ്റത്തിലോട്ട് അഡാപ്റ്റ് ആകേണ്ടതുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്കിൽ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫീൽഡാണ് എംബെഡ്ഡ് സിസ്റ്റം. എംബെഡ്ഡ് സിസ്റ്റം ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇതിൽ ഇലക്ട്രോണിക്സ് വർക്ക് വരുന്നത് സർക്യൂട്ട് ഡിസൈനിങ്ങിലും അതുപോലെ കൺട്രോളർ പ്രോഗ്രാമിംഗിലുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു അഡ്വാൻസ് ട്രെയിനിംഗ് ആണ് അഡ്വാൻസ് PG ഡിപ്ലോമ ഇൻ എംബെഡ്ഡ് സിസ്റ്റം. ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് മുതൽ നിങ്ങളെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന ഈ കോഴ്സിന്റെ കാലാവധി 5 മാസമാണ്. എംബെഡഡ് സിസ്റ്റം ഡെവലപ്മെന്റിൽ പ്രോഗ്രാമിംഗ് 3 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമതായി ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ്. ഇതിൽ ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്ത് രജിസ്റ്റർ കോൺഫിഗർ ചെയ്യുന്ന മെത്തേഡ്. ഈയൊരു മെത്തേഡ് ആണ് എംബെഡഡ് സിസ്റ്റം ഡെവലപ്മെന്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്. ഈ ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ് രീതി ഉപയോഗിച്ച് 2 ബിറ്റ് മൈക്രോകൺട്രോളറുകളും 32 ബിറ്റ് മൈക്രോകൺട്രോളറുകളും നമ്മൾ പ്രോഗ്രാം ചെയ്യും. PEC 18 F4580, ആത്മീക 32 എന്നിവ 8 ബിറ്റ് മൈക്രോകൺട്രോളറുകളാണ്. NXPയുടെ LPC 2148, STM32F429I, STM32F746 എന്നിവ ARM7, ARM Cortex M7, ARM Cortex M4 ആർക്കിടെക്ചറുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള 32 ബിറ്റ് മൈക്രോകൺട്രോളറുകളാണ്. മൈക്രോ കൺട്രോളർ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ മെത്തേഡ് ആണ് RTOS. ആമസോൺ വെബ് സർവീസ് സപ്പോർട്ട് നൽകി വരുന്ന ഫ്രീ RTOSൽ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ കോഴ്സിലൂടെ ലഭിക്കും. ഫൈനൽ മെത്തേഡ് പ്രീ ഡിഫൈൻഡ് ലൈബ്രറി എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ആർഡ്വീനോ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഈയൊരു മെത്തേഡിൽ കൺട്രോളർ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് പഠിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലൈറ്റ് ഫാൻ ഓൺ ചെയ്യാൻ സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം വോയിസ് കമാൻഡ് വഴി ഓൺ ചെയ്യാൻ പറ്റും. IoT എന്ന നൂതന ടെക്നോളജിയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഹോം ഓട്ടോമേഷൻ, അലക്സ, ഗൂഗിൾ ഹോം പോലുള്ള ഡിവൈസസ് വർക്ക് ചെയ്യുന്നതും IoT ടെക്നോളജി വഴിയാണ്. IoTയെക്കുറിച്ച് നല്ലൊരു ഹാൻഡ്സ് ഓൺ നോളജ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒരു മൈക്രോ കൺട്രോളറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ പ്രോസസ്സിംഗ് സ്പീഡുള്ള സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. റാസ്ബെറി പായ്, ബീഗൽ ബോൺ പോലുള്ള ഒട്ടനവധി ഡിവൈസസ് ഇതിനായി അവൈലബിൾ ആണ്. റാസ്ബെറി പായുടെ കൂടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൈത്തൺ പ്രോഗ്രാമും റാസ്ബെറി പായും ഇന്റഗ്രേറ്റഡ് ചെയ്യുന്നതെങ്ങനെയാണെന്ന് ഈ കോഴ്സിൽ വിശദമായി പഠിക്കാം. ഓട്ടോമോട്ടീവ് ഫീൽഡിൽ ട്രെൻഡിംഗ് ടെക്നോളജിയാണ് ഓട്ടോസാർ. ടാറ്റ, എൽഷി, ജോൺ ഡിയർ, ബോസ് പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഓട്ടോസാർ ടെക്നോളജി അറിയാവുന്ന ആൾക്കാരെ വളരെയധികം റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോസാറിന്റെ തിയറിയും കോൺഫിഗുറേഷനും പഠിക്കുന്നത് വഴി ഇത്തരം ഓട്ടോമോട്ടീവ് ടെക്നോളജി കമ്പനിയിലേക്ക് നിങ്ങൾക്കും ജോലി ലഭിക്കും. ലിനക്സ് ഇല്ലാതെ എംബെഡ്ഡ് ഡെവലപ്മെന്റ് ഒരിക്കലും കംപ്ലീറ്റ് ആകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, കാറിന്റെ നാവിഗേഷൻ സിസ്റ്റം, ആൻഡ്രോയിഡ് TV എല്ലാം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് OS ലിനക്സ് കേർണൽ മോഡിഫൈ ചെയ്താണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലിനക്സ് ഡെവലപ്പറാകാൻ നിങ്ങൾക്ക് ബേസിക് കോൺഫിഗറേഷൻസ്, ബേസിക് കമൻഡ്സ്, ലിനക്സിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, ഡ്രൈവർ ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാനും ഈ കോഴ്സ് വഴി ചെയ്യാൻ പറ്റും. മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് കഴിഞ്ഞതിനു ശേഷം അതിനൊരു പവർ സോഴ്സ് അല്ലെങ്കിൽ പവർ സർക്യൂട്ട് വേണം. ഈ പവർ നമ്മൾ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ബോർഡ് വെച്ചോ അല്ലെങ്കിൽ നോർമൽ സർക്യൂട്ട്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പവർ സർക്യൂട്ട് ബോർഡ് ഡിസൈൻ ചെയ്യണം. സർക്യൂട്ട് ഡിസൈനിങ് പഠിപ്പിക്കുന്ന സെക്ഷനാണ് ഹാർഡ്വെയർ ഡിസൈനിങ്. ഹാർഡ്വെയർ ഡിസൈനിങ് ചെയ്യാൻ ഈഗിൾ, ഓർക്കാഡ് തുടങ്ങി കുറേ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഇതിൽ ഏതേലും ഒരു സോഫ്റ്റ്വെയറിന്റെ ടൂൾസും കോൺഫിഗുറേഷൻസും പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് PCB ഡിസൈനിലെ ഏതൊരു സോഫ്റ്റ്വെയറും അനായാസം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒരു സർക്യൂട്ട് ബോർഡിനകത്ത് മൾട്ടിപ്പിൾ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാകും. അതിൽ വയർലെസ്സും വയർഡും പലതരം കമ്പോണൻസും അതിനു പ്രത്യേകം പ്രോട്ടോകോൾസും ഉണ്ട്. I2C, SPI, CAN, USB തുടങ്ങിയ വയർഡ് പ്രോട്ടോകോൾസും. അതുപോലെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൂടുതലും വയർലെസ് ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വയർലെസ് ഹെഡ്സെറ്റ്, സ്പീക്കർ, മൊബൈൽ എല്ലാം വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് ആയ GSM, GPS, RF,
വൈഫൈ, ബ്ലൂടൂത്ത്, സൈനി എന്നീ പ്രോട്ടോകോൾസും ഈ കോഴ്സിന്റെ ഭാഗമായി കവർ ചെയ്യുന്നു. സ്മെക്ലസിന്റെ അഡ്വാൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എംബെഡഡ് സിസ്റ്റം ആൻഡ് ഹാർഡ്വെയർ ഡിസൈനിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു എംബെഡഡ് എഞ്ചിനീയർ ആകാനും മികച്ച ഒരു ജോലി നേടാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും.